ഒരു കാര്യം സാധിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു സമാധാനമാണ്, അല്ലെ? കറക്റ്റ് അല്ലേ? പരീക്ഷ പാസ്സായി, സമാധാനമായി. ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയി, സമാധാനമായി. അപ്പൊ എന്ത് കാര്യം സക്സസ്ഫുൾ ആവുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്ന ഫീലിംഗ് എന്താണ്? സമാധാനമായി എന്നുള്ള ഫീലിംഗ് ആണ്. ഇതിന്റെ സീക്രട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അതായത് നമ്മൾ എത്രത്തോളം സമാധാനത്തിൽ ഇരിക്കുന്നോ അത്രത്തോളം കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കാൻ തുടങ്ങും. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ സീക്രട്ട്. അപ്പോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യമേ നമ്മൾ കൊണ്ടുവരേണ്ടത് നമ്മൾ എത്രമാത്രം സമാധാനത്തിലാണെന്നുള്ളതാണ്. ഈ വെപ്രാളത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒരു കാര്യം നടക്കാൻ പോകുന്നത്. കാരണം നമ്മളൊരു ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ, നമ്മളൊരു വിഗ്രഹത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളിലേക്ക് ഒരു 100 ചിന്തകൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. അത് നമ്മൾ പ്രകൃതിയിലേക്കോ ഈശ്വരനിലേക്കോ നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. ഉദാഹരണം പോലെ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഗുരുവായൂരപ്പന്റെ മുന്നിൽ വളരെ തിരക്കിട്ടൊരു ദിവസം പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ, തൊഴാൻ നിൽക്കുമ്പോൾ, ആ പ്രതിഷ്ഠയുടെ മുന്നിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മളിലേക്ക് ഒരു ചിന്ത വരികയാണ്, പുറത്തിറക്കുന്ന എന്റെ ചെരുപ്പ്. കഴിഞ്ഞ തവണ പ്രാർത്ഥിക്കാൻ വന്നിട്ട് ചെരുപ്പ് പോയതാണ്. അതെ, കഴിഞ്ഞ തവണ 3000 രൂപയുടെ ചെരുപ്പാണ് പോയത്, ഇത്തവണ 4000 രൂപയുടെ ചെരുപ്പാണ് ഇട്ട് വന്നിരിക്കുന്നത്. ഗുരുവായൂരപ്പ അതവിടെ ഉണ്ടാവോ? അപ്പോ മനസ്സിലെ ചിന്ത ചെരുപ്പായി. ബുദ്ധിക്ക് വേറെ ചിന്ത വരികയാണ്. ബുദ്ധിയിൽ ഈ തിരക്കിലും പെട്ടിട്ട് ബുദ്ധി ആലോചിക്കുകയാണ്, ഇതേ ഗുരുവായൂരപ്പൻ തന്നെയല്ലേ എന്റെ വീട്ടിലെ പൂജാമുറിയിലുള്ളത്, ഇതേ ഗുരുവായൂരപ്പൻ തന്നെയല്ലേ എന്റെ കാറിന്റെ ഡാഷ്ബോർഡിലുള്ളത്, അത് തന്നെയല്ലേ ചെറിയ ഫോട്ടോ എന്റെ പേഴ്സിലുള്ളത്. ഈ സൗകര്യമുള്ളപ്പോ പ്രാർത്ഥിച്ചാൽ പോലെ എല്ലായിടത്തും ഗുരുവായൂരപ്പന്റെ പ്രസൻസ് ഉണ്ടല്ലോ, എല്ലാവരും ഭഗവാന്റെ പ്രസൻസ് ഉണ്ടല്ലോ, അതിന് പ്രത്യേകിച്ച് ഇവിടെ തന്നെ വരേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് ബുദ്ധി വെറുതെ അങ്ങനെ ചിന്തിക്കുകയാണ്. എന്നാ ശരീരമാണെങ്കിൽ വളരെ തൊഴുതു പിടിച്ച് ഈ വിഗ്രഹത്തിന്റെ മുമ്പിൽ നിൽപ്പുണ്ട്. അപ്പോ ഇത് ഗുരുവായൂരപ്പൻ കാണുകയാണെന്ന് വിചാരിക്കും. അപ്പൊ ഗുരുവായൂരപ്പന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. എങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവും? എങ്ങനെ ഇയാൾ അനുഗ്രഹിക്കും? അതെ, അദ്ദേഹത്തിന്റെ ചെരുപ്പാണോ സംരക്ഷിക്കുന്നത്? അദ്ദേഹം പറഞ്ഞ ഈ ബുദ്ധി, അതായത് എല്ലായിടത്തും ഈശ്വരനുണ്ടല്ലോ, അപ്പൊ പിന്നെ ഇവനെ പതിയെ അനുഗ്രഹിച്ചാൽ പോരെ, സമയമുണ്ടല്ലോ. അതല്ല ഇവന്റെ ഈ പോസ്റ്ററിനെ, ഇങ്ങനെ തൊഴുതു നിൽക്കുന്ന ഈ പോസ്റ്ററിനെയാണോ അനുഗ്രഹിക്കേണ്ടത്? അപ്പൊ ഈശ്വരന് വരെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മള് പ്രകൃതിക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് ഒരു പ്രകൃതിയിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കലാണ് പ്രാർത്ഥന. ഇതാണ് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ സീക്രട്ട്. മനസ്സിലാവുണ്ടോ? ഒരു രീതിയിലും പ്രകൃതിക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്, നമ്മുടെ ഉള്ളിൽ ഡൗട്ട് ഉണ്ടാവരുത്. അങ്ങനെ കൊടുക്കുന്ന ഒരു എഴുത്ത് പോലെ, ഒരു സന്ദേശം പോലെ, ഇതാണ് എന്റെ ആവശ്യം, അതിൽ എനിക്കും സംശയമില്ല, അങ്ങേക്കും സംശയം ഉണ്ടാവരുത്, ഇതാണ് എന്റെ സന്ദേശം, ഇത് ഒന്ന് സാധിച്ചു തരണം.